നമസ്കാരം, വാർത്താ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. ഞാൻ അഭിഷ. ബിഷപ്പ് ഗ്ലാഡ്സ്റ്റൺ CSI കോളേജ് ഓഫ് നഴ്സിംഗ് യാഥാർത്ഥ്യമായി. ദക്ഷിണ കേരള മഹായിടവകയ്ക്ക് വികസനത്തിന്റെ ഒരു പൊൻതൂവൽ കൂടി. കഴക്കൂട്ടത്ത് CSI മിഷൻ ഹോസ്പിറ്റൽ മാതൃ ആശുപത്രിയായി നിശ്ചയിച്ച് പാളയം LMS കോമ്പൗണ്ടിൽ പുതിയ നഴ്സിംഗ് കോളേജിന് കേരള സർക്കാർ ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പിന്റെ അംഗീകാരം ലഭിച്ചു. മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ സ്ഥാപനത്തിൽ പരിശോധന നടത്തി ലഭ്യമായ റിപ്പോർട്ടിൽ BSc നഴ്സിംഗ് കോഴ്സ് ആരംഭിക്കുന്നതിന് ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിൽ മാനദണ്ഡ പ്രകാരവും ഉത്തരവിൽ വ്യവസ്ഥ ചെയ്യും പ്രകാരമുള്ള ഭൗതിക ക്ലിനിക്കൽ സൗകര്യങ്ങൾ സ്ഥാപനത്തിൽ ലഭ്യമാണെന്നും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സ്വകാര്യ സ്വാശ്രയ നഴ്സിംഗ് കോളേജിലെ അഡ്മിഷൻ മാനദണ്ഡങ്ങൾ, ഫീസ് ഘടന എന്നിവ സംബന്ധിച്ച് സർക്കാർ പുറത്തിറക്കിയ മാർഗനിർദ്ദേശങ്ങൾ പാലിച്ചുകൊള്ളാമെന്ന സത്യവാങ്മൂലത്തിന്റെ അടിസ്ഥാനത്തിൽ സർക്കാർ സൗകര്യങ്ങൾ വിശദമായി പരിശോധിക്കുകയും മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടറുടെ ശുപാർശയിലും പരിശോധനാ റിപ്പോർട്ടിലെ വസ്തുതകളുടെ അടിസ്ഥാനത്തിലുമാണ് കഴക്കൂട്ടത്ത് പ്രവർത്തിക്കുന്ന CSI മിഷൻ ഹോസ്പിറ്റൽ മാതൃ ആശുപത്രിയായി നിശ്ചയിച്ച് പാളയം LMS കോമ്പൗണ്ടിലെ BSc നഴ്സിംഗ് കോഴ്സ് പഠന വിഷയമായി ബിഷപ്പ് ഗ്ലാഡ്സ്റ്റൺ CSI കോളേജ് ഓഫ് നഴ്സിംഗ് എന്ന പേരിൽ പുതിയ നഴ്സിംഗ് കോളേജ് പ്രവർത്തനം ആരംഭിക്കുന്നത്. വിദ്യാർത്ഥി പ്രവേശന ശേഷി 40 നിജപ്പെടുത്തി 2026-27 വർഷങ്ങളിൽ ഇത് പ്രാബല്യത്തിൽ വരും. ലോക മലയാളി കൗൺസിലിന്റെ സാമൂഹിക സുരക്ഷാ അവാർഡ് നേടി ഡോക്ടർ ജെ ബെനറ്റ് എബ്രഹാം. സാമൂഹിക സുരക്ഷാ അവാർഡ് നേടുന്ന ആദ്യ മലയാളിയാണ് ഡോക്ടർ ജെ ബെനറ്റ് എബ്രഹാം. 4 പതിറ്റാണ്ടുകളിലായി ആരോഗ്യ മേഖലയ്ക്ക് നൽകിയ സമഗ്ര സംഭാവനകളെ ആദരിച്ചാണ് പുരസ്കാരം നൽകിയത്. നിലവിൽ ഡോക്ടർ SM CSI മെഡിക്കൽ കോളേജിൽ ഡയറക്ടറായി അതുല്യമായ സേവനം അനുഷ്ഠിച്ചു വരുന്നു. സാമൂഹിക സുരക്ഷാ അവാർഡ് നേടിയ ഡോക്ടർ ജെ ബെനറ്റ് എബ്രഹാമിന് CSI ദക്ഷിണ കേരള മഹായിടവകയുടെയും കമ്മ്യൂണിക്കേഷൻ ബോർഡിന്റെയും അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. CSI കമ്മ്യൂണിക്കേഷൻ ആൻഡ് കർണാടക സെൻട്രൽ ഡയോസിസിന് കീഴിൽ ഒരു റീൽസ് മേക്കിംഗ് കോമ്പറ്റീഷൻ നടക്കുന്നു. ടെക്നോളജി സെർവിംഗ് ജസ്റ്റിസ് ആൻഡ് ഡിഗ്നിറ്റി ഇൻ സാനിറ്റേഷൻ ലേബർ എന്ന വിഷയത്തെ ആസ്പദമാക്കി 3 മിനിറ്റിൽ കൂടാതെ വെർട്ടിക്കൽ റെസൊല്യൂഷനിൽ ഷൂട്ട് ചെയ്ത വീഡിയോ ആണ് റീൽസായി അയക്കേണ്ടത്. ഇംഗ്ലീഷ്, മലയാളം, തെലുങ്കു, കന്നഡ, തമിഴ് തുടങ്ങിയ ഭാഷകളിൽ റീൽസ് ചെയ്യാവുന്നതാണ്. കൂടാതെ ഉള്ളടക്കം യഥാർത്ഥമായിരിക്കണം. അതോടൊപ്പം പകർപ്പവകാശമോ വ്യക്തികളുടെ അന്തസ്സോ ലംഘിക്കുന്ന രീതിയിലുള്ള വീഡിയോ ആകരുത്. ഈ മത്സരത്തിൽ പങ്കെടുക്കുന്നതിന് ഏജ് ലിമിറ്റ് ഇല്ല. എന്നാൽ ഏതെങ്കിലും സഭയിലെ അംഗമായിരിക്കണം എന്നത് മാത്രമാണ് മാനദണ്ഡം. 2026 മാർച്ച് 28-നാണ് വീഡിയോ സബ്മിറ്റ് ചെയ്യേണ്ട അവസാന ദിവസം. റീൽസ് സബ്മിറ്റ് ചെയ്യുന്നതിനായി സ്ക്രീനിൽ കാണുന്ന QR കോഡ് സ്കാൻ ചെയ്തതിനു ശേഷം അതിൽ കാണുന്ന വെബ്സൈറ്റിൽ കയറി അതിൽ പറയുന്ന മാനദണ്ഡങ്ങൾ ഫിൽ ചെയ്തതിനു ശേഷം വീഡിയോ അപ്ലോഡ് ചെയ്യേണ്ടതാണ്. മനുഷ്യന്റെ അന്തസ്സ് ഉയർത്തിപ്പിടിക്കാനും നീതി ഉറപ്പാക്കാനും ശുചിത്വ തൊഴിലാളികളുടെ ജീവിതം മെച്ചപ്പെടുത്താനും സാങ്കേതിക വിദ്യയ്ക്ക് എങ്ങനെ കഴിയുമെന്ന് സർഗാത്മകതയോടെ എടുത്തു കാണിക്കുക എന്നതാണ് ഈ മത്സരത്തിന്റെ ലക്ഷ്യം. മത്സരത്തിൽ 1ാം സമ്മാനം ലഭിക്കുന്നവർക്ക് 5000 രൂപ ക്യാഷ് പ്രൈസും, 2ാം സമ്മാനം ലഭിക്കുന്നയാൾക്ക് 3000 രൂപ, 3ാം സമ്മാനം ലഭിക്കുന്നയാൾക്ക് 2000 രൂപ എന്നിങ്ങനെയാണ് ക്യാഷ് പ്രൈസ്. അതോടൊപ്പം സ്പെഷ്യൽ പാർട്ടിസിപ്പേഷനായി 1000 രൂപ വീതം 12 പേർക്ക് ലഭിക്കും. കൂടുതൽ വിവരങ്ങൾക്കായി 63 80 31 32 38 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. CSI ദക്ഷിണ കേരള മഹായിടവകയിലെ CSI പേരിമ്പക്കോണം സഭയുടെ 212ാമത് സഭാദിനാഘോഷവും പുതിയ സ്കൂൾ കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനവും വാർഷികവും 2026 മാർച്ച് 1 മുതൽ 8 വരെ നടത്തുന്നു. 2026 മാർച്ച് 5 വൈകിട്ട് 5 മണിക്ക് പുതിയ സ്കൂൾ കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം മഹായിടവക സെക്രട്ടറി ഡോക്ടർ TT പ്രവീൺ നിർവഹിക്കും. മുഖ്യ അതിഥിയായി എത്തുന്നത് മുൻ ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തലയാണ്. കൂടാതെ മറ്റ് രാഷ്ട്രീയ സാമൂഹിക മേഖലയിലെ പ്രമുഖരും മഹായിടവക ഭാരവാഹികളും പങ്കെടുക്കും. സംഘടനകളുടെ ശാഖാ രജിസ്ട്രേഷൻ മാർച്ച് 9-ാം തീയതി മുതൽ 27-ാം തീയതി വരെ നടക്കുന്നു. CSI ദക്ഷിണ കേരള മഹായിടവകയിലെ സഭകളിലെ ഈ വർഷത്തെ സംഘടനകളുടെ ശാഖാ രജിസ്ട്രേഷൻ മാർച്ച് 9-ാം തീയതി മുതൽ 27-ാം തീയതി വരെ നടത്തുന്നു. ഓരോ ദിവസവും 5 ഡിസ്ട്രിക്ട് വീതം രജിസ്ട്രേഷൻ ചെയ്യേണ്ടതാണ്. ഓരോ ഡിസ്ട്രിക്റ്റുകളും നിർദ്ദേശിച്ചിട്ടുള്ള ദിവസങ്ങളിലെത്തി സംഘടനകളുടെ രജിസ്ട്രേഷൻ നടത്താവുന്നതാണ്. എല്ലാ രജിസ്ട്രേഷനും ഓൺലൈൻ പ്രക്രിയയിലൂടെയാണ് നടക്കുന്നത്. ജഡ്ജസ് ട്രെയിനിംഗ് പ്രോഗ്രാം 2026 മാർച്ച് 14-ാം തീയതി LMS കോമ്പൗണ്ടിൽ നടക്കുന്നു. ബോർഡ് ഫോർ യൂത്ത് വർക്കിന്റെയും ക്രിസ്തീയ വിദ്യാഭ്യാസ സമിതിയുടെയും സ്ത്രീജന സഖ്യത്തിന്റെയും കലാമത്സരങ്ങൾ സുഗമമായി നടക്കുന്നതിനായി 2026 മാർച്ച് 14-ന് രാവിലെ 9 മണി മുതൽ കലാമത്സരം, ജഡ്ജസ് ട്രെയിനിംഗ് പ്രോഗ്രാം സംയുക്തമായി LMS കോമ്പൗണ്ടിൽ ക്രമീകരിച്ചിരിക്കുന്നു. സംഗീത മത്സരങ്ങൾ വിലയിരുത്തുന്നവർ രാവിലെ 9 മണിക്ക് നടക്കുന്ന ഓഡീഷനിൽ പങ്കെടുക്കേണ്ടതാണ്.
മറ്റു മത്സരങ്ങൾ വിലയിരുത്തുന്നവർ ഉച്ചയ്ക്ക് ശേഷമുള്ള ഓഡീഷനിൽ പങ്കെടുക്കുക. ഒരു വ്യക്തിക്ക് 250 രൂപ രജിസ്ട്രേഷൻ ഫീസ് നൽകി നിശ്ചിത ഫോമിൽ 2026 ഫെബ്രുവരി 25 വൈകുന്നേരം 4 മണിക്ക് മുൻപായി യൂത്ത് ബോർഡിൽ പേര് രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. ട്രെയിനിംഗ് വിജയകരമായി പൂർത്തിയാക്കുന്നവരെ മാത്രം ഉൾപ്പെടുത്തി സഭ, ഡിസ്ട്രിക്ട്, ഏരിയ മത്സരങ്ങൾ ക്രമീകരിക്കേണ്ടതാണ്. കലാമത്സരം, ജഡ്ജ്മെന്റ് ട്രെയിനിംഗ് പ്രോഗ്രാം വിജയകരമായി പൂർത്തിയാക്കുന്നവരുടെ ലിസ്റ്റ് ഔദ്യോഗികമായി പ്രസിദ്ധീകരിക്കും. 2026 VBS നേതൃത്വ പരിശീലനം മാർച്ച് മാസം 18, 19, 20, 21 എന്നീ തീയതികളിൽ LMS കോമ്പൗണ്ടിൽ വെച്ച് നടക്കുന്നു. 2026 VBS ശുശ്രൂഷയ്ക്കായുള്ള നേതൃത്വ പരിശീലനം മാർച്ച് മാസം 18, 19, 20, 21 എന്നീ തീയതികളിൽ 2 ബാച്ചുകളിലായി LMS കോമ്പൗണ്ടിലെ ബിഷപ്പ് ലെക് മെമ്മോറിയൽ ഹാളിൽ വെച്ച് നടക്കുന്നു. രജിസ്ട്രേഷൻ ഫീസ് 1750 രൂപയാണ്. രജിസ്ട്രേഷൻ ചെയ്യേണ്ട അവസാന തീയതി 2026 മാർച്ച് 14-നാണ്. അതോടൊപ്പം ട്രെയിനിംഗ് സെന്ററിൽ രജിസ്ട്രേഷൻ ഫീസ് സ്വീകരിക്കുന്നതല്ല. പങ്കെടുക്കുന്നവർ SSLC ബുക്കിംഗ് പ്രകാരം 21 വയസ്സ് പൂർത്തിയായ തിരുസഭ അംഗങ്ങളായിരിക്കണം. CSA ദക്ഷിണ കേരള മഹായിടവകയുടെ സഭകളിൽ പ്രവർത്തിക്കുന്ന സംഘടനയായ ബാലജന യുവജന സംഘടനയുടെ പഠന സഹായി യഥാക്രമം 180, 100 എന്നീ തുകയ്ക്ക് LMS കോമ്പൗണ്ടിൽ നിന്ന് ലഭ്യമാണ്. ആവശ്യാനുസരണം എല്ലാ സഭകളിലെയും ബാലജന യുവജന സംഘടന പ്രവർത്തകർ LMSലെത്തി പഠന സഹായി വാങ്ങാവുന്നതാണ്. വാർത്തകൾ അവസാനിക്കുന്നില്ല, തുടരും.